ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ജേണി എങ്ങനെയാണെന്നാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനാണെങ്കിൽ കറക്റ്റ് പറയുവാണെങ്കിൽ ഇപ്പോൾ 2 വർഷമായിട്ടോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. ഒരു 2024 തോന്നുന്നു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു 2 വർഷത്തോളമായിട്ടോ. പക്ഷേ എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയതെന്ന് പറഞ്ഞാൽ 2026 ജനുവരി 14. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇത്രയും നാൾ വീഡിയോ ഇട്ടല്ലോ, നിങ്ങളുടെ ചാനൽ എന്താ മോണിറ്റൈസ്ഡ് ആകട്ടെ? അപ്പോൾ ഇനി ഞങ്ങളുടെ ചാനലും മോണിറ്റൈസ്ഡ് ഒന്നും ആകട്ടെ, ഇത്ര സമയം എടുത്തല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനല്ല. കാര്യം എന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിന് വലിയ സീരിയസ്നെസ് കൊടുത്തുകൊണ്ട് തുടങ്ങിയ ആളല്ല. അതാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഞാൻ ഒരു ചെറിയ രീതിക്ക് ഇപ്പോൾ ജസ്റ്റ് ഒരു ഫൺ ആ രീതിക്കാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ആദ്യമായിട്ട് ഞാൻ ഇടുന്നതെന്ന് വെച്ചാൽ പാറൂസിൻ്റെ ഒരു ഓടുന്നൊരു വീഡിയോ, ഒരു പാട്ടിട്ട് ഇട്ടു. എനിക്കപ്പോൾ യൂട്യൂബിനെ പറ്റി ഏതാണെന്ന് ഒന്നും അറിയത്തില്ല. ഞാൻ വലുതായിട്ട് സെർച്ച് ചെയ്യാനും പോയിട്ടില്ല, ചുമ്മാ ഇട്ടു. പിന്നെ അങ്ങനെ ഓരോരോ വീഡിയോസ് ഇങ്ങനെ ഇട്ട് തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് ഇടും, ഇടയ്ക്കിടയ്ക്കിടും ഇല്ല, അങ്ങനെ ആയിരുന്നു. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടാൽ മാത്രമേ നമ്മുടെ ചാനലിന് റീച്ച് ഉണ്ടാകത്തുള്ളൂ. ഞാൻ ആദ്യ സമയത്തൊക്കെ ഇടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇടും, വലിയ കൺസിസ്റ്റൻസി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇടും, പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ തോന്നുമ്പോൾ ഇടും, പിന്നെ നിർത്തും. അങ്ങനെ ആയിരുന്നു. അങ്ങനെ ഇടയ്ക്ക് ഞാൻ പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ കുറച്ച് വീഡിയോസ്, ഷോർട്സ്, കൂടുതലും ഞാൻ ഷോർട്സിലാണ് ഫോക്കസ് ചെയ്തത്. വീഡിയോസ് അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ ഷോർട്സ് ഇട്ടപ്പോൾ ഒരു 77 ലക്ഷം വരെയൊക്കെ വന്നു എൻ്റെ ഒരു ഷോർട്സ്. ആ സമയത്ത് എൻ്റെ ചാനലിൽ നമുക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ 77 ലക്ഷം വ്യൂസ് വന്നു എന്ന് പറഞ്ഞ് എൻ്റെ ചാനലിൽ 77 ലക്ഷം പേര് കണ്ടു എന്ന് അർത്ഥമില്ല. കാരണം അതിനകത്ത് എൻഗേജ്ഡ് വ്യൂസ് ഉണ്ട്. ഇപ്പോൾ 77 ലക്ഷം വ്യൂസ് വന്ന വീഡിയോയ്ക്ക് ചിലപ്പോൾ 40 ലക്ഷം അതൊക്കെ കാണത്തുള്ളൂ എൻഗേജ്ഡ് വ്യൂസ്. അപ്പോൾ എനിക്ക് ഹാഫ് മോണിറ്റൈസേഷന് 30 ലക്ഷം മതി, 3 മില്യൺ. അപ്പോൾ അങ്ങനെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തു. മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്, എനിക്കൊരു മെയിൽ വന്നത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ, നിങ്ങളുടെ മോണിറ്റൈസേഷൻ അർഹത നിങ്ങൾക്കില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ചാനലിൽ റീയൂസ്ഡ് കണ്ടൻറ് ഉണ്ടെന്നതുകൊണ്ട് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല എന്നുള്ള എനിക്കൊരു മെയിൽ വന്നു. അപ്പോഴേ ഞാൻ അപ്സെറ്റായി. ഇത് കിട്ടാനൊന്നും പോകുന്നില്ല. അപ്പോൾ റീയൂസ്ഡ് കണ്ടൻറ് എന്തുവാന്ന് പോലും എനിക്കറിയത്തില്ല, അങ്ങനത്തൊരവസ്ഥയാണ്. അപ്പോൾ കാരണം എൻ്റെ പിന്നെ ഞാൻ കണ്ടുപിടിക്കുന്നത് റീയൂസ്ഡ് കണ്ടൻറ് എന്ന് വെച്ചാൽ നമ്മൾ വേറെ ചാനലിൽ നിന്നൊക്കെ എടുക്കുന്നത് അതുപോലെ ഇടുമല്ലോ, നമ്മുടെ മാറ്റങ്ങളോ ഒന്നും വരുത്താതൊക്കെ ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. അതൊക്കെ എൻ്റെ ചാനലിൽ കുറച്ചുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടിയില്ല. ഹാഫ് മോണിറ്റൈസ്ഡ് ആയാലും പിന്നെ നമ്മൾ ഫുൾ മോണിറ്റൈസ്ഡ് ആവണമല്ലോ. അപ്പോൾ 10 മില്യൺ വ്യൂസ് വേണം. അത് കിട്ടണമെങ്കിൽ പിന്നീടുള്ള വീഡിയോസ് ഓടി വരണം. അപ്പോൾ അതിൻ്റെ കാര്യം തീർന്നു. ഞാൻ വിചാരിച്ചു ഇനി ഒന്നും പറ്റത്തില്ല. അങ്ങനെ ഞാൻ പിന്നെ വീഡിയോസോ ഷോർട്സോ ഒന്നും ഇടാതായി. വലിയ ശ്രദ്ധയൊന്നും കൊടുത്തില്ല. പിന്നെങ്കിലും ചാനൽ പോകണ്ട എന്നുള്ള രീതിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടാൻ തുടങ്ങി. പിന്നെ ഈ ഇടയ്ക്കാണ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. പിന്നീട് യൂട്യൂബിൽ ഒരുപാട് വീഡിയോ കാണാൻ തുടങ്ങി, ഓരോരുത്തരുടെ യൂട്യൂബ് എക്സ്പീരിയൻസ് കാണാൻ തുടങ്ങി. അതൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇനി സ്ഥിരം ഒന്ന് വീഡിയോസ് ഇട്ട് തുടങ്ങാം. അങ്ങനെ ഞാൻ കൊച്ചുങ്ങളുടെ ഡാൻസ് അങ്ങനെയുള്ള ഷോർട്സാണ് കൂടുതൽ ഇടുന്നത്. അപ്പോൾ അതൊക്കെ ഇട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ഇടയ്ക്ക് വെച്ച് ഈ കുട്ടുമ്മക്കുട്ടു ട്രെൻഡിങ് ആയ സമയമാണ്. അപ്പോൾ ഇവർ ഡാൻസിന് വന്ന വഴിക്ക് 2 പേരെയും കൊണ്ടുവന്ന് ചെയ്യിക്കാമെന്നുള്ള രീതിക്ക് ചെയ്യിപ്പിച്ചത്. അപ്പോൾ അത് റീച്ച് ആവുമെന്നൊന്നും വിചാരിച്ചില്ല, എങ്കിലും കാണാൻ നല്ല രസം, നമുക്ക് സ്വയം തന്നെ കാണാൻ തോന്നുമല്ലോ. ഒരുപാട് പേര് പറയുകയും ചെയ്തു അത് ചെയ്ത കൊള്ളാമെന്നുള്ളത്. അപ്പോഴത്തേക്ക് ആ വീഡിയോ നല്ല വൈറലായി. ഇപ്പോൾ അതൊരു 12 കോടി കൂടുതൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ തന്നെ നോക്കി അറിയേണ്ട ഏറ്റവും പോപ്പുലറായിട്ടുള്ള വീഡിയോ ഷോർട്സ് എന്ന് പറയുന്നത് അതാണ് എന്നെ മോണിറ്റൈസേഷനിലേക്ക് നയിച്ചത്. അങ്ങനെ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്തു, ഹാഫ് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് അത് അക്സെപ്റ്റായി. അത് കഴിഞ്ഞു നമ്മുടെ ഫുൾ മോണിറ്റൈസേഷനുള്ള ഇത് സംഭവമായി. അപ്പോഴത്തേക്ക് അതും അപ്ലൈ ചെയ്തപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിൽ വന്നു, നിങ്ങൾ യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിൻ്റെ ഭാഗമാണ്, നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ട് എന്ന രീതിക്ക്.
നമ്മൾ ഈ മോണിറ്റൈസേഷൻ്റെ ആ സ്റ്റെപ്പ് ചെയ്തു എന്ന് വെച്ചിട്ട് നമ്മൾ മോണിറ്റൈസ്ഡ് ആയിന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അത് കഴിഞ്ഞ് നമുക്ക് പൈസ കിട്ടി തുടങ്ങണമെങ്കിൽ ചെയ്യേണ്ട ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും നല്ല സൂക്ഷിച്ച് ചെയ്യേണ്ടത് അതാണ് എന്ന് പറയാം. ഞാൻ അതിനു വേണ്ടി ഒരുപാട് വീഡിയോസ് കണ്ടു തുടങ്ങി. നമ്മുടെ മോണിറ്റൈസേഷൻ്റെ ആദ്യ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട പ്രധാന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ID വെരിഫിക്കേഷൻ ഉണ്ട്. അത് നമ്മുടെ അഡ്രസ്സും നമ്മുടെ കോണ്ടാക്റ്റ് ലിസ്റ്റുകളുണ്ടല്ലോ അതെല്ലാം കൂടെ ചേർന്ന് ചെയ്യേണ്ട ഒരു ID വെരിഫിക്കേഷൻ ഉണ്ട്. നമ്മുടെ എല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു സംഭവം നമ്മുടെ ID വെരിഫിക്കേഷൻ. അപ്പോൾ അത് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഇൻകം ടാക്സ് US ഇൻകം ടാക്സ് വെരിഫിക്കേഷൻ ഉണ്ട്. ആ ടാക്സ് വെരിഫിക്കേഷൻ ക്ലിയറായാൽ മാത്രമേ നമ്മുടെ ഏണിങ്സിൻ്റെ ഇത് കറക്റ്റാവും. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അത് ടാക്സ് ഇൻഫോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഏണിങ്സിൻ്റെ ഒരു ഭൂരിഭാഗവും US ടാക്സിൻ്റെ അതിലേക്ക് പോകും. അല്ലാതെ നമുക്ക് ഇത്ര ശതമാനം ടാക്സ് പിടിക്കാവൂ എന്നുള്ളൊരിത് വേണമെങ്കിൽ നമുക്കത് USൻ്റെ ടാക്സ് വെരിഫിക്കേഷൻ കറക്റ്റായിട്ട് ചെയ്യണം. അതാകുമ്പോഴേ നമുക്ക് ടാക്സ് അവിടെ നിന്ന് കുറച്ച് പിടിക്കത്തുള്ളൂ. നമ്മുടെ മോണിറ്റൈസേഷൻ്റെ ആദ്യ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട പ്രധാന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ID വെരിഫിക്കേഷൻ ഉണ്ട്. അത് നമ്മുടെ അഡ്രസ്സും നമ്മുടെ കോണ്ടാക്റ്റ് ലിസ്റ്റുകളുണ്ടല്ലോ അതെല്ലാം കൂടെ ചേർന്ന് ചെയ്യേണ്ട ഒരു ID വെരിഫിക്കേഷൻ ഉണ്ട്. നമ്മുടെ എല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു സംഭവം നമ്മുടെ ID വെരിഫിക്കേഷൻ. അപ്പോൾ അത് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഇൻകം ടാക്സ് US ഇൻകം ടാക്സ് വെരിഫിക്കേഷൻ ഉണ്ട്. ആ ടാക്സ് വെരിഫിക്കേഷൻ ക്ലിയറായാൽ മാത്രമേ നമ്മുടെ ഏണിങ്സിൻ്റെ ഇത് കറക്റ്റാവും. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അത് ടാക്സ് ഇൻഫോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഏണിങ്സിൻ്റെ ഒരു ഭൂരിഭാഗവും US ടാക്സിൻ്റെ അതിലേക്ക് പോകും. അല്ലാതെ നമുക്ക് ഇത്ര ശതമാനം ടാക്സ് പിടിക്കാവൂ എന്നുള്ളൊരിത് വേണമെങ്കിൽ നമുക്കത് USൻ്റെ ടാക്സ് വെരിഫിക്കേഷൻ കറക്റ്റായിട്ട് ചെയ്യണം. അതാകുമ്പോഴേ നമുക്ക് ടാക്സ് അവിടെ നിന്ന് കുറച്ച് പിടിക്കത്തുള്ളൂ. നമ്മൾ ടാക്സ് ഇൻഫർമേഷൻ സക്സസ്ഫുൾ ആയപ്പോൾ തന്നെ പകുതിയുള്ള സമാധാനമായി. കാരണം അതിലെന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇനി നമ്മുടെ ഏണിങ്സിനെ ബാധിക്കുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ അതാരും പേടിക്കേണ്ടതൊന്നും കാര്യമില്ല. പിന്നെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ഞാൻ പിന്നെ വിചാരിച്ചു ആ സമയത്ത് ഇങ്ങനെ ആയപ്പോൾ പുറത്തുള്ള ആരെങ്കിലും കൊടുത്ത് ചെയ്യിച്ചാൽ മതിയായിരുന്നു എന്ന്. പക്ഷേ അത് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെന്ന് വെച്ചാൽ അറിയാത്ത ആൾക്കാരാണെങ്കിൽ അത് പുറത്ത് കൊടുത്ത് ചെയ്യിക്കുന്നതായിരിക്കും നല്ലത്. അതല്ല നല്ല കോൺഫിഡൻസ് ഉള്ളവരാണെങ്കിൽ അത് കറക്റ്റ് അതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ID വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി, US ടാക്സ് ഇൻഫർമേഷൻ കറക്റ്റായി. എന്നിട്ടും ഞാൻ ഓരോരുത്തരുടെ വീഡിയോ കാണുമ്പോഴത്തേക്ക് അഡ്രസ്സ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന സംഭവം. കാര്യം അത് നമ്മുടെ അഡ്രസ്സിലേക്ക് ഒരു 4 ഡിജിറ്റ് പിന്നും കണ്ട് ചെല്ലും. ആ പിൻ നമ്പർ നമ്മുടെ ഇതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടെന്നൊക്കെ കണ്ടു. പക്ഷേ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇപ്പോഴെന്ന് വെച്ചാൽ ID വെരിഫിക്കേഷനും USൻ്റെ ടാക്സ് സക്സസ്ഫുൾ ആയാൽ മതി. അത് കഴിഞ്ഞിട്ടുള്ള എന്ന് വെച്ചാൽ നമ്മൾ ഇതാവുന്ന സമയത്ത് നമ്മളൊരു ആഡ്സെൻസ് അക്കൗണ്ട് തുടങ്ങണം. അതിലോട്ടാണ് നമ്മുടെ പേയ്മെൻറ്റ് ക്രെഡിറ്റ് ആവുന്നത്. നമ്മൾ ആഡ്സ് വഴിയാണല്ലോ നമുക്ക് ഏണിങ്സ് കിട്ടുന്നത്. അപ്പോൾ ആഡ്സെൻസ് അക്കൗണ്ട് യൂട്യൂബിൻ്റെ തുടങ്ങണം. ആ യൂട്യൂബ് അക്കൗണ്ടിലേക്കാണ് ആദ്യത്തെ നമ്മൾ എത്രത്തോളം ഏൺ ചെയ്യുന്നുണ്ടോ അതെല്ലാം നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഏണിങ്സിനകത്ത് കാണിക്കും. ആ ഏണിങ്സ് അവിടെ കിടക്കുക. അത് പിന്നീട് നമ്മുടെ ചാനലിൽ ഇപ്പോൾ ജനുവരി ആണ് മോണിറ്റൈസ്ഡ് ആയെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 12 കഴിയുമ്പോഴാണ് യൂട്യൂബ് ആഡ്സെൻസ് അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് അയക്കുന്നത്. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് ഇപ്പോൾ $8 ആവട്ടെ, $10 ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു $100 പുറത്ത് ഡോളറുണ്ടോ, എത്ര ഡോളർ നമ്മൾ ഏൺ ചെയ്യുന്നു അതെല്ലാം നമ്മുടെ ഇതിൽ വരും, നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ടിൽ വരും. ആഡ്സെൻസ് അക്കൗണ്ടിൽ വരുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ അക്കൗണ്ട് നമ്പർ ലിങ്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരുന്നത്. അപ്പോൾ അതിനകത്ത് വരും ഓപ്ഷൻ ആഡ് അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്ക് അക്കൗണ്ട് നമ്പർ ലിങ്ക് ചെയ്യാം. അതോടുകൂടി നമ്മുടെ സ്റ്റെപ്പ് കഴിഞ്ഞു. പക്ഷേ ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ക്രെഡിറ്റ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം $100 കംപ്ലീറ്റ് ചെയ്തിരിക്കണം. $100 എത്തിയാൽ മാത്രമേ നമ്മുടെ ആഡ്സെൻസിൽ പൈസ വരത്തുള്ളൂ. ആഡ്സെൻസിലല്ല നമ്മുടെ അക്കൗണ്ടിൽ പൈസ വരത്തുള്ളൂ.
അതുവരെ $100 കുറവാണെങ്കിൽ അടുത്ത മാസത്തെയും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് എന്നാണോ $100 തികയുന്നത് അന്ന് മാത്രമാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് യൂട്യൂബ് പൈസ അയക്കത്തുള്ളൂ. എനിക്കെന്ന് വെച്ചാൽ എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയതെന്ന് പറഞ്ഞാൽ 2026 ജനുവരി 14-നാണ്. പക്ഷേ പിന്നെ ഫെബ്രുവരി 12 ആയപ്പോഴത്തേക്ക് എൻ്റെ ആഡ്സെൻസിൽ പൈസ ഇത്ര രൂപ അത് വന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ അക്കൗണ്ട് ലിങ്ക് ചെയ്തു. അപ്പോൾ അക്കൗണ്ട് ലിങ്ക് ചെയ്തു 22-ന് എനിക്ക് മെയിൽ വന്നു എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചിട്ടുണ്ടെന്ന്. ഫെബ്രുവരി 23 ആയപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ക്രെഡിറ്റായി. പക്ഷേ ഞാൻ പൈസ പെട്ടെന്ന് എടുക്കാൻ പോയില്ല. അതാണ് ഞാൻ വീഡിയോ ചെയ്യാൻ ലേറ്റായത്. എൻ്റെ ചാനലിലുണ്ട് എനിക്ക് പൈസ കിട്ടിയതിന് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ പക്ഷേ ഞാനത് വീഡിയോ എടുത്തിടാൻ കുറച്ച് താമസിച്ചു. ഞാൻ ഈ വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ഈ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് യൂട്യൂബിൻ്റെ A to Z ഒരു സംഭവം അറിയത്തില്ലായിരുന്നു. ഞാൻ ഇതുപോലെ ഓരോരുത്തരുടെ വീഡിയോ കണ്ടെങ്കിലും വലുതായിട്ട് മനസ്സിലായിട്ടില്ല. പിന്നെ നമുക്ക് ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ അറിവ് കിട്ടുന്നത്. അപ്പോൾ എനിക്കുള്ള അറിവ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കും അത് ഒരു സഹായം ആവട്ടെ എന്നുള്ള രീതിക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എനിക്കിപ്പോൾ വേറെ ജോലിയൊന്നും ഉള്ള ആളല്ല. ഞാനിപ്പോൾ പഠിക്കാൻ പോകുന്നുണ്ട് എന്നല്ലാതെ എനിക്ക് ജോലിയൊന്നും ആയിട്ടുള്ള ഒരാളല്ല. പ്രധാനമായിട്ടും പറഞ്ഞ ഒരു വീട്ടമ്മയാണെന്ന് തന്നെ പറയാം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ എന്നെ ഒന്നിനും ബുദ്ധിമുട്ടിപ്പിക്കുന്ന ആളല്ല, ഒന്നിനും തടയുന്ന ആളുമല്ല. ചേട്ടനാണ് എനിക്ക് ഏറ്റവും പ്രചോദനം. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനും വീഡിയോ എടുക്കുന്നതിൻ്റെ സപ്പോർട്ട് നല്ലോണം ഉള്ള ഒരാളാണ് ഞാൻ. എങ്കിലും നമുക്ക് സ്വന്തമായിട്ടൊരു ഏണിങ്സ് എന്ന് പറയുമ്പോൾ ഏതൊരു സ്ത്രീയെ സംബന്ധിച്ച് സ്വന്തമായ ഒരു ഏണിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ പൈസ കൈകാര്യം ചെയ്യാം. അത് നമുക്കൊരു ഒരു അഭിമാനം എന്നുള്ള ഒരു സംഭവമാണ്. അപ്പോൾ എനിക്ക് ഈ യൂട്യൂബിൽ ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടായി, അതിലേറെ അഭിമാനം ഉണ്ടായി. കാരണം എന്നെക്കൊണ്ട് ഇത് സാധിക്കുമല്ലോ എന്നുള്ളത് വെച്ചിട്ട്. അപ്പോൾ യൂട്യൂബ് ചാനലുള്ളവരാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്ഥിരമായിട്ടും ഷോർട്സോ വീഡിയോസൊക്കെ ഇടുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ചാനൽ മുമ്പോട്ട് പോകത്തുള്ളൂ. യൂട്യൂബ് നിങ്ങളുടെ വീഡിയോ എല്ലാവർക്കും മുന്നിൽ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാനിരിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ തുടങ്ങണ്ടേ ഒന്ന് ചിന്തിച്ചിരിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്കും തുടങ്ങാൻ ചാനൽ. കാരണം അതിൽ നിങ്ങൾക്കൊരു ഏണിങ്സ് കിട്ടിയാൽ അത് വലിയൊരു കാര്യമായിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും ഇൻസ്പയർ ആയാൽ അത്രയും വലിയ കാര്യമായെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ എല്ലാവരും യൂട്യൂബിൻ്റെ ചാനലുള്ളവരാണെങ്കിൽ കണ്ടിന്യൂ ചെയ്തോളൂ, തുടങ്ങാനിരിക്കുന്നവരാണെങ്കിൽ തുടങ്ങിക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ബെൽ ബട്ടൺ കൂടി അമർത്തുക, എങ്കിൽ മാത്രമേ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിച്ചിരിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ടാറ്റാ, ബൈ ബൈ.